ചരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ വെട്ടിലായി ബി.ജെ.പി. നേതാക്കൾ. വന്ദേഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിൽ വി മുരളീധരനോടൊപ്പം സഞ്ചരിച്ച് ജ്യോതി മൽഹോത്ര വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന ദിവസമാണ് സഞ്ചരിച്ചത്. ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ നൃപൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. നൃപൻ, ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിയോടൊപ്പമാണിപ്പോൾ ജ്യോതി മൽഹോത്ര നിൽക്കുന്നത്. കേരളത്തിലെ ടൂറിസം മന്ത്രിയോട് നിൽക്കുന്ന ചിത്രം എന്തായാലും പുറത്തു വന്നിട്ടില്ല. അവിടെയാണ് ബി.ജെ.പിയുടെ നേതാക്കന്മാർ കേരളത്തിനെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ദൃശ്യങ്ങളുടെ വിശദാംശങ്ങൾ? ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനോടൊപ്പം ട്രെയിനിൽ വന്ദേഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടന ദിവസം സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. എത്ര രൂപ കൊടുത്തിട്ടാണ് ചാരവൃത്തി നടത്തിയ ജ്യോതി മൽഹോത്രയെ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചു കൊണ്ടുവന്നത് എന്നതിൻ്റെ വിശദാംശങ്ങളടക്കം പുറത്തു വരേണ്ടതുണ്ട്. എത്ര രൂപയാണ് ഇതിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് എന്നതും അവർ തന്നെയാണ് വിശദമാക്കേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭ്യമായിരിക്കുകയാണ്. നൃപൻ ചേരുകയാണ്. നൃപൻ, ഈ ഒരു വ്ളോഗർ കേരളത്തിൽ വന്നതിൻ്റെ പേരിൽ ബി.ജെ.പിയുടെ വക്താവ് അടക്കമുള്ളവർ മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അവരുടെ നേതാവിനൊപ്പം അവർ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. നൃപൻ, തീർച്ചയായും ഷമ്മി, സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്ന ബി.ജെ.പി. നേതൃത്വത്തിൻ്റെ അവസ്ഥ, അതായത് ഒരു വിഷയത്തെ സംബന്ധിച്ച് പരിശോധിക്കാതെ ഈ ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ബന്ധം അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ നടപടികളിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നു പോയിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നു. ആ വാർത്ത പല മാധ്യമങ്ങളും ഏറ്റുപിടിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ആരോപണം ഉന്നയിക്കുകയാണ് ബി.ജെ.പി. ആരോപണം മുഴുവൻ സംസ്ഥാന സർക്കാരിനെതിരെ, അത് സംസ്ഥാനത്തിലെ സർക്കാർ ക്ഷണിച്ചു വരുത്തിയതാണ്. ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തി, ഇങ്ങനെ ഒരു ഭീകരവാദിയെ ക്ഷണിച്ചു വരുത്തി എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചരണം, വർഗീയ തരത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ, വലിയ തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്, ഭീകരപ്രവർത്തനം, അങ്ങനെയൊക്കെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട വ്ളോഗറാണ്. അവർ കാശ്മീർ മുതൽ കേരളം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ തന്നെ ബി.ജെ.പിയുടെ പഴയ പല ഔദ്യോഗിക പരിപാടികളിൽ അവർ VIP പാസിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളടക്കം ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലെ നേതാക്കൾ, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കം ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുന്ന, ഭീകരപ്രവർത്തനത്തിന് വളം വെച്ച് നൽകുന്നു, വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനം, ഒരു തരത്തിലുള്ള തെളിവില്ലാത്ത വിമർശനം കഴിഞ്ഞ ദിവസങ്ങൾ ഉന്നയിച്ചു. അത് കഴിയുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ, അന്ന് ജ്യോതി മൽഹോത്ര തന്നെ തിരികെ എത്താം. ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രിയോട് ജ്യോതി മൽഹോത്ര എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ വിവരങ്ങളാണ് ചോദിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. New coach that has come. Vande Bharat trains coach has a facility that Vikasita Bharat. Union Minister for External Affairs V Muralidharan sir. Thank you so much sir. Ye new one. How this train is very important. New coach that has come. Vande Bharat trains coach has a facility that Vikasita Bharat. നൃപൻ, ഇപ്പോൾ നമ്മുടെ പഴയ കേന്ദ്രമന്ത്രിയോട് കൊച്ചു വർത്തമാനം പറയുന്ന ജ്യോതി മൽഹോത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ മുരളീധരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജ്യോതി മൽഹോത്രയ്ക്ക്. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയിട്ട് ഈ പറഞ്ഞ ബി.ജെ.പിയുടെ ഈ ഒരു വ്ളോഗാണ്, ഓരോ തരത്തിലുള്ള ഓരോ വ്ളോഗാണ് അവർ ചെയ്യുന്നത്. ഓരോ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ട്രാവൽ വ്ളോഗാണ്. ആ സ്ഥലത്തെ ടൂറിസത്തിൻ്റെ പ്രൊമോഷനൊക്കെയുള്ള വ്ളോഗ് ചെയ്യുന്നൊരു ലേഡിയാണ്. അവരുടെ വ്ളോഗിന് നിരവധി ആരാധകരും കാഴ്ചക്കാരും ഒക്കെ ഉണ്ട്.
അവർ ഇന്ന് ഈ പറയുന്ന ഈ വന്ദേ ഭാരതിൻ്റെ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള യാത്ര അതൊരു എപ്പിസോഡായി അവർ ചെയ്യുകയാണ്. അതിന് അനുമതി സ്വാഭാവികമായും ഇന്ത്യൻ റെയിൽവേ ആണ് നൽകേണ്ടത്. കേന്ദ്രമന്ത്രിക്കൊപ്പം അങ്ങനെയുള്ള വ്ളോഗർക്ക് കയറണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. അത് സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അവർ ഈ കേന്ദ്രമന്ത്രിക്കൊപ്പം വി മുരളീധരനൊപ്പം സഞ്ചരിക്കുന്നു. കൃഷ്ണദാസ് BJPയുടെ നേതാവുണ്ട്. BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പിലെ നേതാക്കൾക്കൊപ്പമാണ് ആ യാത്ര. ഓരോ സ്ഥലത്തും സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി. അന്ന് നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്, തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ ഓരോ സ്ഥലങ്ങളിൽ സ്വീകരണം BJPക്കാർ തന്നെ മുദ്രാവാക്യം വിളിച്ച് BJP കൊടികളുമായി എത്തി സ്വീകരിക്കുന്ന ഒരു കാഴ്ച അന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരു എപ്പിസോഡായി ഈ ജ്യോതി മൽഹോത്ര ആ വ്ളോഗ് ആ ഒരു എപ്പിസോഡ് ചെയ്യുന്നതാണ്. ആ വ്ളോഗ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്നു. അവരുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ വന്ദേ ഭാരത് മുന്നിൽ നിന്ന് അത് വിശദീകരിച്ചാണ് ആരംഭിക്കുന്നത്. അതിനകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേന്ദ്രമന്ത്രിക്കൊപ്പവും മറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വ്ളോഗിൻ്റെ ദൃശ്യങ്ങളാണ്. അതിലെ ദൃശ്യങ്ങളിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും മുരളീധരൻ മറുപടി നൽകുന്നുണ്ട്. അവർ തീർച്ചയായും ഇവരിപ്പോൾ ഈ ചാരവൃത്തി ആരോപണം വരുന്നതിന് മുൻപ് ഇന്ത്യയിലെന്നല്ല ലോകത്താകമാനം തന്നെ അറിയപ്പെടുന്ന ഒരു വ്ളോഗറാണ്. ഇവരെ പല രാജ്യങ്ങളും സന്ദർശിക്കാറുണ്ട്. ഇവരുടെ ഒരു വ്ളോഗിൽ ഉൾപ്പെടാൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളും സർക്കാരുകളും ഒക്കെ തന്നെ ശ്രമിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. പിന്നീടാണ് ഇവർക്കെതിരെ ഈ ഒരു ആരോപണം വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ വരുന്നതും ഇവർ അറസ്റ്റിലാവുന്നതും ഒക്കെ തന്നെ വരുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മുരളീധരനെ സംബന്ധിച്ചും വി മുരളീധരനെ സംബന്ധിച്ചും അദ്ദേഹത്തിന് നല്ല പബ്ലിസിറ്റി കിട്ടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നേരെ ജ്യോതി മൽഹോത്രയുമായി അദ്ദേഹത്തിൻ്റെ ഓഫീസ് ബന്ധപ്പെട്ടിരിക്കാം. അവർ അതിനെക്കുറിച്ച് ഈ പറയുന്ന ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടാവാം. അതിന് നല്ല കാശ് വി മുരളീധരൻ്റെ ഓഫീസിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ കൊടുത്തിട്ടുമുണ്ടാകാം. ഇത് പക്ഷേ കേരളത്തിലേക്ക് അവർ വരുന്നത് അവരുടെ ഒരു താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അല്ലാതെ ഇവിടെ ഒരു മന്ത്രിയുടെ ഒരു ഇതെടുക്കാനോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാരുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കവർ ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ അവർ പരിപാടിക്ക് വിളിച്ചു കൊണ്ടുവന്ന് പരിപാടി എടുപ്പിക്കുന്ന ആൾക്കാരാണ് സംസ്ഥാനത്തെ കുറിച്ചൊരു വ്ളോഗ് ചെയ്യാൻ എത്തുന്ന എത്രയോ വ്ളോഗർമാരുടെ കൂട്ടത്തിൽ വന്ന ഈ ജ്യോതി മൽഹോത്രയെ മുൻനിർത്തിക്കൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. അവിടെയാണ് BJPയുടെ ഒരു കൗശലം കിടക്കുന്നത്. മുഹമ്മദ് റിയാസാണ് പാകിസ്ഥാന് വേണ്ടിയാണ് മറ്റേ ആ സ്ത്രീ ചാരവൃത്തി നടത്തിയത്, എന്നാൽ ഇതിനെ ഒന്ന് കൂട്ടിക്കെട്ടിക്കളയാം എന്ന് പറയുന്ന ഒരു വക്രബുദ്ധി ഉണ്ടല്ലോ, അതാണ് ഇവിടെ പ്രാവർത്തികമാക്കാൻ BJP നോക്കുന്നത്. ഷമി, ഇതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ വ്ളോഗർ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ സംസ്ഥാനം മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അവരുടെ വ്ളോഗ് വഴി ആ പ്രദേശത്തുള്ള സ്ഥലങ്ങൾക്ക് പ്രശസ്തിയൊക്കെ വരിക എന്ന നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു വ്ളോഗറാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗം വിവിധ തരത്തിലുള്ള അത് ഇൻ്റർനാഷണലായി വലിയ പബ്ലിസിറ്റിയുള്ള വലിയ തരത്തിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള വ്ളോഗർമാരെ സംസ്ഥാനത്തേക്ക് ക്ഷണിക്കാറുണ്ട്. അങ്ങനെ നിരവധി വ്ളോഗർമാർ വന്നു. അത് സംസ്ഥാന സർക്കാർ ഇടതു മുന്നണി ഭരിക്കുമ്പോൾ ഈ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരുമല്ല, മുൻപ് ഉള്ള UDF ഭരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ പ്രൊമോഷന് വേണ്ടി വ്ളോഗർമാർ വരാറുണ്ട്. ആ വ്ളോഗർമാരുടെ പ്രൊമോഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള പബ്ലിസിറ്റിക്ക് ഈ പറഞ്ഞ പരസ്യത്തിന് ഗുണം ചെയ്യാറുമുണ്ട്. അതിൻ്റെ ഭാഗമായി ജ്യോതി മൽഹോത്ര വരുന്നതും അങ്ങനെയാണ്. ജ്യോതി മൽഹോത്ര ആ വരുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ഉള്ള ഒരാളോ അല്ല. അത് പരിശോധിക്കേണ്ട ഘടകവും സംസ്ഥാന സർക്കാരല്ല, അതിന് കേന്ദ്ര സർക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും വിദേശ ബന്ധമുണ്ടെങ്കിൽ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, അവർക്ക് ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യും, നിയമ നടപടി ഉണ്ടാവും, ആ സമയത്ത് അവർക്ക് കേസുണ്ടാവും. കാശ്മീർ വരെ കേരളം വരെ സഞ്ചരിക്കുമ്പോൾ അവരുടെ പേരിൽ ആ ഘട്ടത്തിൽ കേസില്ല. ഇതൊക്കെ വസ്തുതയാണ്. അതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി കാണുകയും നിയമപരമായ പ്രശ്നങ്ങളെ നിയമപരമായി കാണാതെ വളരെ പെട്ടെന്ന് എടുത്തു ചാടി കേരളത്തിലെ BJP നേതാക്കൾ നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു തലത്തിൽ തന്നെ കണക്ട് ചെയ്യാനുള്ള കേരളത്തിലെ മാത്രമല്ല BJPയുടെ ദേശീയ വക്താവ് ഒരു ഷെഹസാദ് പുനാവാല അവരാണ് ആവശ്യപ്പെട്ടത് റിയാസ് രാജിവെക്കണമെന്ന്. കേരളത്തിൽ മാത്രം നിൽക്കുന്നില്ല, അതിനൊരു ദേശീയ മാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവർ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസാണ്, ഇവർക്ക് പാകിസ്ഥാനുമായ ഒരു ബന്ധമുണ്ട്, എന്നാൽ പിന്നെ ഇതിനെ നല്ല രീതിയിൽ അങ്ങ് കൂട്ടിക്കെട്ടാം എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതാണ് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ. തീർച്ചയായും ഇതിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, താൽക്കാലികമായ എന്തെങ്കിലും തരത്തിലെങ്കിലും ഒരു ഊഹാഭോഗം ഉണ്ടാക്കി ഒരു പുകമറ സൃഷ്ടിച്ച് അതിനെ വ്യാപകമായി സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ പ്രചരിപ്പിച്ച് പരമാവധി ആൾക്കാരെ കയ്യിലെത്തിക്കാനുള്ളൊരു ശ്രമമായിരിക്കും BJP നടത്തുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനും മുൻ സംസ്ഥാന പ്രസിഡന്റിനൊന്നും ഇത് അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ പരിശോധിക്കാനാണെങ്കിൽ അവർക്ക് വിദേശ ബന്ധമുണ്ടെങ്കിൽ പരിശോധിക്കുക, അവരുടെ പാസ്പോർട്ടിനെ സംബന്ധിച്ച് പരിശോധിക്കുക, പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകുക, നിരീക്ഷണ സംവിധാനത്തിൽ പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് വിഭാഗത്തിലുള്ള റിപ്പോർട്ട് സംസ്ഥാന
സർക്കാരിന് കൈമാറുക. അത് ഈ സംസ്ഥാനം കേരളം മാത്രമല്ല, അവർ ഹരിയാനയിൽ മാത്രമല്ല, കാശ്മീർ മുതൽ ഏറ്റവും പ്രശ്നബാധിത പ്രദേശമായ കാശ്മീർ, അതിർത്തി പങ്കിടുന്ന കാശ്മീർ മുതൽ കേരളം വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം അവർ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ നടത്തുന്ന വ്ളോഗുകളാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ ടൂറിസം മാർക്കറ്റിംഗ് വിഭാഗമാണ് ഇത്തരം വ്ളോഗർമാരെ ക്ഷണിക്കുന്നത്. വിവിധ പരസ്യ ഏജൻസികളെയും വ്ളോഗർമാരെ ക്ഷണിക്കുന്നുണ്ട്. അതിലൊരാളായിരുന്നു ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ആൾ. അവർ വന്നു പോയി, പക്ഷേ അവർ വിവിധ കാര്യങ്ങൾക്ക് വന്നു. അതിലൊരു കാര്യമാണ് ഇപ്പോൾ വി മുരളീധരനൊപ്പം ഈ വന്ദേ ഭാരതിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള യാത്രയിൽ ഒരു എപ്പിസോഡായി അവർ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ BJP എന്ത് മറുപടി പറയും? സ്വാഭാവികം ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ, സംഘടിതമായ രാഷ്ട്രീയത്തിലല്ല കാര്യങ്ങൾ കാണേണ്ടത്. ഇത്തരത്തിൽ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കും. ഒപ്പം തന്നെ ഷമ്മി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. BJPക്കൊപ്പം മറ്റൊരു നേതാവും ഈ ഒരു പ്രസ്താവന നടത്തി. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ നേതാവ് PK ഫിറോസും ഇതേ സമാനമായ സംഘപരിവാറിൻ്റെ അതേ ആരോപണം ഉന്നയിച്ചു എന്നതാണ്. ഇക്കാര്യത്തിൽ മുഹമ്മദ് റിയാസാണ് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഭീകരവാദ ഇതുമായി ബന്ധമുള്ള, പാകിസ്ഥാനുമായി ബന്ധമുള്ള വ്ളോഗറെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതിൽ മുഹമ്മദ് റിയാസ് മറുപടി പറയണം. അതായത് കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും പറയുന്ന അതേ ആരോപണത്തിൻ്റെ മുന ഈ PK ഫിറോസും നൽകുന്നു എന്നാണ്. അതാണ് അപകടകരമായ കാര്യം. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ മാന്യമായ പ്രസ്താവനയാണ് നടത്തിയത്. അങ്ങനെ ഒരാൾ നേരത്തെ വന്നുവെങ്കിൽ അതിനുശേഷം അയാൾക്ക് എന്തെങ്കിലും കേസിൽ പ്രതിയേക്കപ്പെട്ടാൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിയുടെ കുറ്റമല്ല. അങ്ങനെ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷം എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ നടത്തില്ല എന്ന മാന്യമായ പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയത്. പക്ഷേ BJPയും PK ഫിറോസും ഒക്കെ ഒരേ തരത്തിൽ എന്ത് കിട്ടും, എന്ത് വിഷയവും വീട് കിട്ടിയാൽ അതെങ്ങനെ ആ വടിയെടുത്ത് സംസ്ഥാന സർക്കാരിനെതിരെ എങ്ങനെ അടിക്കാം, അത് മറ്റു തരത്തിലേക്ക് എങ്ങനെ മാറ്റി തീർക്കാം എന്നുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ ദൃശ്യങ്ങൾ തന്നെയാണ്. അവർ തന്നെ ആരോപണം ഉന്നയിച്ച കുഴിയിൽ അവർ തന്നെ വീഴുന്നു.